സഹൃദരെ നമസ്കാരം. ഫിഫ വേൾഡ് കപ്പ് 2026 മാച്ച് 4 USA വേഴ്സസ് പെരോഗെ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് മാച്ച്. എന്തായാലും USA ആശാൻ പൊച്ചറ്റീനോയാണ്. ആശാൻ്റെ ഫോർമേഷൻ 4-2-3-1 ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി. എടുത്ത് പറയത്തക്ക USA പ്ലെയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ പുളിസിക് ക്യാപ്റ്റനാണ്, അവരുടെ ലെഫ്റ്റ് വിംഗറുമാണ്, പൊളിയായിരിക്കും പുള്ളി. അതുപോലെ ഫൊലാറിൻ ബലോഗൻ സ്ട്രൈക്കറാണ്, പുള്ളി അത്യാവശ്യം നല്ല സ്പീഡുള്ള സ്ട്രൈക്കറാണ്. അതുപോലെ തന്നെ വെസ്റ്റൻ മെക്നീനി സെൻട്രൽ മിഡും ടൈലർ ആഡംസ്, ഇത്രയും പേരാണ് എടുത്ത് പറയത്തക്ക അവരുടെ പ്ലേയേഴ്സ്. അതുപോലെ അവരുടെ എന്താ പറയുക അപ്കമിങ് സ്റ്റാർസ് അല്ലെങ്കിൽ റൈസിങ് സ്റ്റാർസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാലിക് ടിൽമാനും അതുപോലെ സെർഗീനോ ഡെസ്റ്റും ക്രിസ് റിച്ചാർഡ്സുമാണ്. എന്തായാലും മെസ്സിയുടെ വരവ് USA എന്തോരം ഫുട്ബോളിലോട്ട് മുന്നോട്ട് കൊണ്ടുപോട്ടെന്നുള്ളത് നമുക്ക് ഈ ഒരു മാച്ച് കഴിയുമ്പോൾ അറിയാൻ പറ്റും. അത് എത്രത്തോളം ജനങ്ങളിലും എത്തിയിട്ടുണ്ട്. മെസ്സി എന്ന വ്യക്തി എങ്ങനെയാണ് US ഫുട്ബോളിനെ മാറ്റിയത് നമുക്ക് ഇന്നത്തെ മാച്ച് ചെയ്യുമ്പോൾ ഏതാണ്ടൊരു ഊഹം കിട്ടും. അതുപോലെ പരാഗയുടെ ആശാൻ എന്ന് പറഞ്ഞാൽ അൽഫാറോ ആണ്. ആശാന്റെ ശൈലി 4-4-2 ആണ്, സ്ഥിരം ശൈലിയാണ് 4-4-2. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് അറിയത്തില്ല, നമുക്ക് അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും അവരുടെ എടുത്ത് പറയത്തക്ക പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അവരുടെ സ്ട്രൈക്കർ യൂലിയോ എൻസിസോ, പുള്ളി അത്യാവശ്യം അടിപൊളിയാണ്. അതുപോലെ ഡിയാഗോ ഗോമസ് ഉണ്ട്, പുള്ളി എന്താ പറയുക മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്യുന്നത് പുള്ളിക്കാരനാണ്. അതിൻ്റെ കൂടെ സപ്പോർട്ടീവായിട്ട് മിഗൽ അൽമിറോണോ ഉണ്ട്. ഇവർ രണ്ടുപേരുമാണ് എന്താ പറയുക അടക്കി ഭരിക്കുന്നത് ടീമിന് വേണ്ടി, പരകയ്ക്ക് വേണ്ടി. അവരൊക്കെ എന്തോരം പെർഫോം ചെയ്ത് നമുക്ക് യാതൊരു ഐഡിയ ഇല്ല കേട്ടോ USA മണ്ണിൽ, അതും എഗൻസ്റ്റ് USA അവരുടെ ഹോം ഗ്രൗണ്ടിൽ കളിക്കുമ്പോൾ. അവരുടെ റൈസിങ് സ്റ്റാർസ് അല്ലെങ്കിൽ അപ്കമിങ് സ്റ്റാർസ് നേരെ ഗോൾ കീപ്പറാണ് ഒന്നാമതായിട്ട് എടുത്ത് പറയേണ്ട ഗില്ല്. ഒർലാൻഡോ ഗില്ല് അത്യാവശ്യം ഹെവി ഗോൾ കീപ്പറാണ്. അതുപോലെ തന്നെ ബൊബാഡില്ല അടിപൊളിയാണ്, റൊണാൾഡ് മാർട്ടിനസ്, ഇത്രയും പേരാണ് എടുത്ത് പറയുന്നത്. പരഗേൻ്റെ പ്ലേയേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ എടുത്ത് പറയേണ്ടത്. ഞാൻ എന്തായാലും USA മെസ്സി എഫക്റ്റ് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു 4-1 ആണ്. 4 ഗോളെങ്കിലും USA മണ്ണിൽ അടിച്ചിരിക്കും. അമ്മാതിരി കളി കഴിഞ്ഞ 2 വർഷത്തിൽ USA അത് മാറിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് കളി കഴിഞ്ഞ് കാണാം. ഓക്കെ, അതുവരേക്കും ബൈ.